പച്ചക്കറി കൊണ്ടുപോയി കൊടുത്ത് വളർന്ന താങ്കൾ ഇന്ന് ഈ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നത് റോൾസ് റോയ്സ് ഓടിച്ചുകൊണ്ടാണ്. ഒരു 18ാമത്തെ വയസ്സായപ്പോഴേക്കും 23 എംപ്ലോയീസ്. 18 വയസ്സിൽ 23 പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ള കപ്പാസിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. സ്റ്റാർട്ടിങ് 13ാമത്തെ വയസ്സിൽ പിന്നെ 60 രൂപയാണ് ഫസ്റ്റ് കൂലി കിട്ടിയത്. ആദ്യ കൂലിയ വരുമാനം 60 രൂപയാണ്. കൊറോണ അല്ലെങ്കിൽ നിപ്പ ഒക്കെ എനിക്ക് ബിസിനസ് വൻ ഡെവലപ്പിലേക്ക് കൊണ്ടുപോവുക ചെയ്തു. ശരിക്കും 18 വയസ്സിലേക്ക് എത്തുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 43 ലാക്ക് ടേൺ ഓവറുള്ള കമ്പനിയിലേക്ക് 40 ലക്ഷം ടേൺ ഓവർ ആക്കാൻ സാധിച്ചു. ഫുൾ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ട് പാസഞ്ചർ സീറ്റിലും പിന്നെ എല്ലാ ഏരിയയിലും പാസഞ്ചർ മൊത്തം ഫ്ലൈറ്റിൽ സീറ്റിലടക്കം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് ലോഡ് ചെയ്തിട്ട് വിടുന്നു. നമ്മളൊരു ഫ്രണ്ട് ത്രൂ പിന്നെ ആക്ടർ ആസിഫ് അലി അതുപോലെ തന്നെ മമത മോഹൻദാസിനൊക്കെ നമ്മളെ ഈ പറഞ്ഞ കെമിക്കൽ ആഡ് അല്ലാത്ത മാംഗോസ് കഴിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആ യാത്ര തുടങ്ങി ഇന്ന് 100ഓളം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിലെത്തി. ടേൺ ഓവർ എത്രയുണ്ട്? ഇപ്പോൾ 110 കോടിയാണ്. 110 കോടി രൂപ ടേൺ ഓവർ. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു സംരംഭം തുടങ്ങാൻ പ്രായം ഒരു തടസ്സമാണോ? വിദ്യാഭ്യാസം ഒരു തടസ്സമാണോ? എല്ലാവർക്കും മോഹങ്ങളുണ്ട്. കോടികൾ ഉണ്ടാക്കണം, നല്ല കാറ് വാങ്ങണം, വിദേശത്ത് പോകണം. എല്ലാവരുടെയും സ്വപ്നങ്ങളിലൊന്ന് ഇതൊക്കെ തന്നെ ആയിരിക്കാം. എന്നാൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ കഠിനാധ്വാനം കൊണ്ട് അധികം ആരും കൈവയ്ക്കാത്ത മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച് വിജയക്കൊടി നാണ്ട് നാളെ കേരളത്തിൽ അറിയപ്പെടേണ്ട ഒരു സംരംഭകനാണ് എന്നോടൊപ്പം ഹോട്ട് സീറ്റിലിരിക്കുന്നത്. മലബാറിൻ്റെ സ്വന്തം സുഫിയാൻ. സ്വാഗതം സ്പാർക്കിലേക്ക്. നമസ്കാരം. താങ്കളുടെ നാട് എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി. നിരവധി മലബാറുകാരിരുന്ന ഹോട്ട് സീറ്റിലാണ് താങ്കൾ ഇരിക്കുന്നത്. താങ്കളുടെ പഠനമൊക്കെ? 10th വരെ പഠിച്ചുള്ളൂ. 10 വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ പാരൻസ് ഒക്കെ എന്തായിരുന്നു? ബിസിനസ് ആണോ? എന്താണ്? കർഷക കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയായിട്ടാണ് പിന്നെ മുന്നോട്ട് പോയത്. 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് ആദ്യമായിട്ടൊരു കൈത്തൊഴിലൊക്കെ ചെയ്യുന്നത്? 7ാം ക്ലാസ് പിന്നെ പഠിക്കുന്ന സമയത്ത് വെക്കേഷൻ സമയത്താണ് ഫസ്റ്റായിട്ട് ജോലിക്ക് പോകുന്നത്. 7ാം ക്ലാസ്സിലെ ജോലിക്ക് പോയി തുടങ്ങി. 7ാം ക്ലാസ് വെക്കേഷൻ. ഒരു 10-13 വയസ്സുള്ള പ്രായത്തിൽ എന്ത് ജോലിക്കാണ് പോയത്? ഒരു വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പിന്നെ ഹോൾസെയിൽ ടീമിൻ്റെ. അപ്പോൾ താങ്കളുടെ പിതാവ് കർഷകനാണ്. അതെ, ഇപ്പോൾ കർഷകനാണ്. അതുകൊണ്ടാണ് വെജിറ്റബിൾ ഇതിലേക്കാണ് പോയത്. അപ്പോൾ അതൊരു വലിയ സ്ഥാപനമായിരുന്നോ? നല്ല കൊണ്ടോട്ടിയിലെ വലിയൊരു സ്ഥാപനം. അപ്പോൾ ഈ പഠനവും അതും കൂടി എങ്ങനെയാണ്? വെക്കേഷനാണ്? വെക്കേഷൻ സമയത്തും പിന്നെ വീക്കെൻഡുകൾ. അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ പിന്നെ പിന്നെ സാറ്റർഡേ സൺഡേ ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിലാണ് പിന്നെ പോയിരുന്നത്. അവിടെ പോയി ഹെൽപ്പറാണ്? എന്താണ് ചെയ്യുന്നത് അവിടെ? ശരിക്കും അവർ എക്സ്പോർട്ട് കമ്പനികൾക്ക് സപ്ലൈ, അതുപോലെ തന്നെ ഹോൾസെയിൽ ടീം ആയതുകൊണ്ട് തന്നെ റീറ്റെയിലേഴ്സിന് സപ്ലൈ, പിന്നെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ, അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് പിന്നെ കൊണ്ടോട്ടിയിലെ ഒരു. അപ്പോൾ അന്ന് എന്തെങ്കിലും പോക്കറ്റ് മണി കിട്ടുമോ? സ്റ്റാർട്ടിങ് 13ാമത്തെ വയസ്സിൽ പിന്നെ 60 രൂപയാണ് ഫസ്റ്റ് കൂലി കിട്ടിയത്. ആദ്യ കൂലിയ വരുമാനം 60 രൂപയാണ്. വെരി ഗുഡ്. അപ്പോൾ അത് വെച്ചിട്ട് എത്ര നാൾ അങ്ങനെ പോയി? 10th വരെ അങ്ങനെ പോയി. അത് 60ആയി 70ആയി 100ൽ എത്തി. 10th കഴിഞ്ഞ സമയത്ത് 270-ലെത്തി. 270 രൂപ. 170. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ പഠനം അവിടെ വെച്ച് തന്നെ വേണ്ടാന്ന് തീരുമാനിച്ചോ? പഠിക്കാൻ അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ അത് പോസിബിൾ അല്ലാന്ന് തോന്നി. നേരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ബിസിനസ്സിലേക്ക് എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടെ. പിന്നെ ഉപ്പ ഒരു കർഷകനായതുകൊണ്ട് തന്നെ ഉപ്പാൻ്റെ വെജിറ്റബിൾസ്, ഇപ്പോൾ നേന്ത്രപ്പഴം, പിന്നെ നാട്ടിൽ കിട്ടുന്ന വെള്ളരി, ചേന, ചേമ്പ്, ഇങ്ങനത്തെ ലോക്കൽ ഐറ്റംസൊക്കെ എക്സ്പോർട്ടേഴ്സിന് സപ്ലൈ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം. അതായത് ഈ ഷോപ്പ് നിൽക്കുന്ന സമയത്ത് തന്നെ ഇവർ ശരിക്ക് എക്സ്പോർട്ടേഴ്സിന് സപ്ലൈ ആണ് ഇവരെ മെയിൻ. അപ്പോൾ അങ്ങനെ അവിടെയുള്ള എക്സ്പോർട്ട് കമ്പനികളായിട്ടുള്ള മാനേജേഴ്സായിട്ടും ആ ഒരു പ്രായത്തിൽ തന്നെ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റി. ഓക്കെ, അതുകൊണ്ട് പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ അവിടെയുള്ള ഓരോ കമ്പനിയിലെ ഒരു ലീഡിങ് കമ്പനി ഉണ്ട് കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള. ആ സമയത്ത് കേരളത്തിലെ നമ്പർ 1 കമ്പനി എന്ന് പറയാം. ആ കമ്പനിയിൽ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് ലോക്കലിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെ ഐറ്റംസ് അവിടെ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി. അതായത് നാട്ടിൽ നിന്ന് ഒരു നോർമൽ മാർക്കറ്റ് റേറ്റിനെക്കാട്ടി ഒരു 2 രൂപ കൂട്ടിയിട്ട് കർഷകരുടെ അടുത്ത് നിന്ന് വാങ്ങും. കർഷകർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ ഞാൻ വാങ്ങുന്നത് ഫാദറിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ഉപ്പയാണ് ആദ്യം സപ്ലൈ തരുന്നത്? ഉപ്പ പറഞ്ഞു പിന്നെ
കൊടുക്ക്. പിന്നെ മാർക്കറ്റ് ആ സമയത്ത് 18 രൂപയാണ് നേന്ത്രപ്പഴത്തിൻ്റെ മാർക്കറ്റ്. ഞാൻ 2 രൂപ കൂട്ടി വെച്ചു, 20-ന് ഫാദറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. 500 കിലോ ആണ് ഫസ്റ്റ് സപ്ലൈ. അത് 3 രൂപ ചേർത്ത് വെച്ചിട്ട് എക്സ്പോർട്ടേഴ്സിന് കൊടുത്തു, ഒരു ലീഡിങ് കമ്പനിക്ക് കൊടുത്തു. 1500 രൂപ പെർ ഡേ. ആ സമയത്ത് 13ാമത്തെ വയസ്സിൽ ഫസ്റ്റ് ബിസിനസ് ത്രൂ ലാഭം കിട്ടി. നമുക്ക് മറ്റോടത്ത് കിട്ടിയിരുന്ന 270 രൂപയാണ്. അതെ, 1500 രൂപ ഒരുമിച്ച് കിട്ടി. അതെ. വെരി ഗുഡ്. പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് അത് കുറേ ഐറ്റംസുകൾ ക്രിയേറ്റ് ചെയ്തു. ഓരോ ഐറ്റംസുകൾ ആഡ് ഓൺ ചെയ്തു. പിന്നെ ആ ഒരു ലീഡിങ് കമ്പനിക്ക് സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ പല ചെറുകിട എക്സ്പോർട്ടേഴ്സിൻ്റെ ഓർഡറും പിന്നെ അപ്രോച്ച് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ പല കമ്പനികളെ ഓർഡർ കിട്ടി. അത് നല്ല രീതിയിൽ സപ്ലൈ കൊടുക്കാൻ പറ്റി. പിന്നെ ഡയറക്റ്റ് ഫാമിൽ നിന്ന് തന്നെ പർച്ചേസ് ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി വെജിറ്റബിൾ എക്സ്പോർട്ടിന് വേണ്ടത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ടച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അത്രയും കെയർ ചെയ്തിട്ട് നാട്ടിൽ നിന്ന് ജീപ്പോ അല്ലെങ്കിൽ ടാക്സിയോ എന്തെങ്കിലുമൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ സപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അന്ന് ചെറുപ്രായമാണ്. അതെ അല്ലേ? ആ സമയത്തൊക്കെ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. കൂട്ടുകാരൊക്കെ കളിച്ച് നടക്കുന്ന പ്രായത്തിൽ 13 വയസ്സ് തൊട്ട് അത് എത്ര വയസ്സ് വരെ അങ്ങനെ അധ്വാനിച്ചു വരും? അത് ശരിക്കും 22 വരെ ശരിക്കും നന്നായി പണിയെടുത്തിട്ടുണ്ട്. ഇതിനകത്താണ് ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ശരിക്കും സ്ലീപ്പിംഗ് ടൈം കിട്ടുന്നുള്ളൂ. അത്രയും ഉറങ്ങുന്നുള്ളൂ ചെറു പ്രായത്തിൽ. 12 മണിയാവും വീട്ടിലെത്താൻ. പിന്നെ 2 മണി അല്ലെങ്കിൽ 2:30 ഞാനും ഫാദറും കൂടെ. ഫാദർ കട്ട സപ്പോർട്ടാണ് ശരിക്കും. നന്നായിട്ട് അധ്വാനിക്കുന്ന വ്യക്തിയാണ്. നന്നായിട്ട് അധ്വാനിക്കും. അപ്പോൾ കൂടെ കണ്ടാണ് പഠിച്ചത്. അത് കണ്ടാണ് പഠിച്ചത് ശരി. ഓക്കെ. അപ്പോൾ ആ അധ്വാനത്തിൽ, അപ്പോൾ ഈ ചെറുപ്രായത്തിൽ ഈ വാടകയ്ക്ക് എടുത്ത വണ്ടിയിലൊക്കെയാണ് താങ്കൾ പോയി ഡെലിവറി ഒക്കെ കൊടുക്കാൻ പോകുന്നത്? അതെ അല്ലേ? നാട്ടിൽ നിന്നുള്ള ടാക്സികൾ വിളിച്ചിട്ടും ജീപ്പ് വിളിച്ചിട്ടും പിന്നെ ഒക്കെ അവരായിട്ടൊക്കെ നല്ലൊരു ബന്ധം വരും. അപ്പോൾ പിന്നെ അവർ നമ്മൾ വിളിക്കുമ്പോൾ ഇന്ന തോട്ടത്തിൽ ഞാനുണ്ട്, ഇങ്ങോട്ട് വരും എന്ന് പറയുമ്പോൾ അവർ അങ്ങോട്ട് വരും. അവിടുന്ന് സാധനം കയറ്റിയിട്ട് നേരെ എക്സ്പോർട്ടിംഗ് കമ്പനികളിലേക്ക് പോകും. സുഫിയാൻ, 13 വയസ്സുള്ള താങ്കൾ വാടകയ്ക്കെടുത്ത വണ്ടിയിലൊക്കെയാണ് ഈ ഡെലിവറി കൊടുക്കാൻ പോയത്. താങ്കൾ ഇന്ന് കൊച്ചിയിലേക്ക് ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ ഏത് വാഹനത്തിലാണ് വന്നത്? റോൾസ് റോയ്സ്. എക്സലൻറ്റ്. എനിക്കും അഭിമാനം തോന്നുന്നു. പച്ചക്കറി കൊണ്ടുപോയി കൊടുത്ത് വളർന്ന താങ്കൾ ഇന്ന് ഈ ഹോട്ട് സീറ്റിലിരിക്കുന്നത് റോൾസ് റോയ്സ് ഓടിച്ചുകൊണ്ടാണ്. ശരി, നമുക്ക് വളർച്ചയുടെ അപ്പോൾ ആ പ്രായം കൊണ്ട് ഒരു 10-18 വയസ്സൊക്കെ ആയപ്പോഴേക്കും ബിസിനസ് എത്രമാത്രം വളർന്നു? 18 വയസ്സിലേക്ക് എത്തുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 43 lakh ടേൺ ഓവറുള്ള കമ്പനിയിലേക്ക് 43 ലക്ഷം ടേൺ ഓവർ ആക്കാൻ സാധിച്ചു. അപ്പോൾ ആ സമയത്ത് ടാക്സ് അടച്ചു തുടങ്ങിയോ? 18ാമത്തെ വയസ്സിൽ ടാക്സ് അടച്ചു തുടങ്ങി. ടാക്സ് ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഓ ശരി. ആ സമയമായപ്പോഴത്തേക്കും ടാക്സ് 18 വയസ്സിൽ ടാക്സ് അടയ്ക്കുന്ന ഒരു ഒരു പൗരനായി, നികുതി അടയ്ക്കുന്ന ഒരു പൗരനായി. വെരി ഗുഡ്. അപ്പോൾ അന്ന് എംപ്ലോയീസ് ഒക്കെ ഉണ്ടോ? അന്ന് എംപ്ലോയീസ് ഒരു 18ാമത്തെ വയസ്സായപ്പോഴേക്കും 23 എംപ്ലോയീസ്. 18 വയസ്സിൽ 23 പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ള കപ്പാസിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. മലയാളീസ് അല്ല, മലയാളീസ് 1-2 ഉള്ളൂ, ബാക്കി ഫുള്ള് പിന്നെ ബീഹാരീസ് ആയിരുന്നു ആ സമയത്ത്. വെരി ഗുഡ്. പിന്നെ അവിടെ നിന്ന് അടുത്ത പടി എന്തായിരുന്നു? അടുത്ത പടി പിന്നെ എക്സ്പോർട്ട് ഡയറക്റ്റ് ചെയ്താൽ എന്ത് എന്നുള്ളൊരു ആശയം എൻ്റെ കസിൻ ബ്രദർ ലുക്മാൻ കാരി, ഒരു നമ്മുടെ ഒരു ഫാമിലി പിന്നെ സംഗമം വന്നു. ആ സമയത്ത് ആണ് ഞാൻ അവനായിട്ട് അടുപ്പം വരുന്നത്. നാട്ടുകാരനാണ്, പക്ഷേ അത്ര ബന്ധമില്ലായിരുന്നു. നല്ലൊരു ബന്ധത്തിലേക്ക് എത്താൻ പറ്റി. അവൻ എന്നോട് ഇങ്ങനെ ഒരു ആശയം പങ്കുവെച്ചു. അങ്ങനെ ഒരു എക്സ്പോർട്ട് ലൈസൻസിനുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുക. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും എനിക്ക് ടൈമില്ല. കാരണം പിന്നെ ഓർഡർ എടുക്കുന്ന പിന്നെ നൈറ്റ് വീട്ടിലെത്തുന്ന തന്നെ 12 മണിയാവും. ആ സമയത്ത് മൈൻഡിലാവും ഫുള്ള് കണക്കുണ്ടാവുക. ആർക്കൊക്കെ എന്തൊക്കെ സപ്ലൈ ചെയ്തു എന്നുള്ള കണക്ക് മൊത്തം മൈൻഡിലുണ്ടാവുക. അതൊക്കെ വന്ന് എഴുതിയിട്ട് സിസ്റ്റത്തിൽ കയറ്റി ഞാൻ ഉറങ്ങും. 3 മണിയാകുമ്പോഴത്തേന് വീണ്ടും ഫാദറും ഞാനും കൂടെ എണീറ്റ് വീണ്ടും മാർക്കറ്റ് പിടിക്കും. മഞ്ചേരി മാർക്കറ്റിലാണ് ആ സമയത്ത് നിന്ന് കൂടുതൽ പർച്ചേസ് വരിക. ലോക്കൽ കിട്ടാത്ത ഐറ്റംസ് നേരെ മാർക്കറ്റിൽ പോകും. അവിടുന്ന് നല്ല രീതിയിൽ ഉള്ള സാധനം വെജിറ്റബിൾസ് നോക്കിയിട്ട് നല്ല ക്വാളിറ്റിയിൽ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യും, എക്സ്പോർട്ടിന് സപ്ലൈ ചെയ്യും. അപ്പോൾ അവിടെയാണ് കസിൻ ലുക്മാൻ വന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ലൈസൻസ് എടുത്ത് തരുന്നത് അല്ലേ? എക്സ്പോർട്ട് ലൈസൻസിനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ പിന്നെ ആധാർ, പാന് കാര്യങ്ങൾ ഇതിനൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവരാണ് ആ ഒരു പ്ലാനിലേക്ക് വരുന്നത് ശരിക്കും. അപ്പോൾ എക്സ്പോർട്ട് ഓർഡറുകൾ എന്തെങ്കിലും കിട്ടിയോ? അവൻ ത്രൂ തന്നെ ഫസ്റ്റ് ഒരു ഓർഡർ വന്നു. അൽമദീന റിയാദിൽ ആ സമയത്താണ് അവരെ ഓപ്പണിംഗ് വരുന്നത്. അപ്പോൾ റിയാദിലെ അൽമദീന ഒരു വലിയ ഗ്രൂപ്പാണത്. ദുബായിലൊക്കെ വലിയ ഗ്രൂപ്പാണ്. അവൻ ത്രൂ വന്നൊരു ഓർഡർ ഫസ്റ്റ് നമ്മൾ എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തു. ശരിക്ക് ആ സമയത്ത് വലിയൊരു പ്രോഫിറ്റബിൾ അല്ല മീൻസ് ഇവിടെ ലോക്കൽ സപ്ലൈ ചെയ്യുന്ന അതേ പ്രോഫിറ്റ് ശരിക്ക് വരുന്നുള്ളൂ എന്ന് തന്നെ പറയാം. പക്ഷെ നമ്മൾ വിചാരിക്കുമ്പോൾ ഇരട്ടി ലാഭം കിട്ടും എന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. കറക്റ്റ്.
പുതിയൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റേറ്റിനോ കാര്യങ്ങൾക്കൊന്നും പിന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതും ആ ഒരു ലെവലിൽ പിന്നെ പറ്റുന്നില്ലായിരുന്നു ശരിക്ക്. നമുക്ക് പ്രൈസ് ഇട്ട് കൊടുക്കുമ്പോൾ അവർ അക്സെപ്റ്റബിൾ ആകുന്നില്ല. പിന്നെ ഞാനും ശ്രമം നടത്തി തുടങ്ങി എങ്ങനെ ഡയറക്റ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള. അങ്ങനെ ദുബായിലെ ബാസ്കോ ഗൾഫ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലേക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അത് നല്ലൊരു ഓളിയത്തിലേക്ക് പതുക്കെ ഇങ്ങനെ പല കമ്പനികളിലേക്ക് ഗിയർ മാറ്റി തുടങ്ങി ശരിക്കും. അങ്ങനെ എത്ര സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ പച്ചക്കറി കയറ്റി അയക്കുന്നുണ്ട്? ഇപ്പോൾ 10 രാജ്യങ്ങളിലേക്ക്. എക്സലന്റ്. 10 രാജ്യങ്ങൾ. എവിടെയൊക്കെയാണ് അത് സ്പ്രെഡായി കിടക്കുന്നത്? യൂറോപ്പിലേക്ക് ചെയ്യും, മാഞ്ചസ്റ്ററിലേക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിലവിൽ. എസ്റ്റർഡേ കൂടെ ഷിപ്മെൻറ്റ് പോയി. പിന്നെ GCC മൊത്തം കവർ ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ദുബായിൽ പോയി ഒരു മാസം നിന്ന ഒരാൾ നമ്മളെ വെജിറ്റബിൾ കഴിക്കാതെ അങ്ങോട്ട് പോരില്ല. അതുപോലെയാണ് ഇവിടുന്ന് കയറി പോകുന്നത് അല്ലേ? എല്ലാവരുടെയും വിജയത്തിൻ്റെ പിന്നിൽ എവിടെയെങ്കിലൊക്കെ ചെറിയ ഒരു തിരിച്ചടികളൊക്കെ ഉണ്ടാവാറുണ്ട്. കൊറോണ അത് നിങ്ങളെ ബാധിച്ചു? കൊറോണ അല്ലെങ്കിൽ നിപ്പ ഒക്കെ എനിക്ക് ബിസിനസ് വൻ ഡെവലപ്പിലേക്ക് കൊണ്ടുപോവുക ചെയ്തത് ശരിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതെന്താണത്? അത് നിപ്പ വന്ന സമയത്ത് കേരളത്തിൽ നിന്നുള്ള എക്സ്പോർട്ട് മൊത്തം, അതായത് എല്ലാ രാജ്യങ്ങളും കേരളത്തിൻ്റെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് ബാൻ ചെയ്തു. അപ്പോൾ ഞാൻ ചെയ്തു പിന്നെ തമിഴ്നാട്ടിൽ, ആ സമയത്ത് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പിന്നെ പോയിട്ട് അവിടെ നിന്ന് തന്നെ പിന്നെ പാക്ക് ചെയ്തിട്ട് അവിടെയുള്ള തമിഴ്നാട്ടിലെയും കർണാടകയിലും ഉള്ള എയർപോർട്ടുകളിൽ ബേസ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്തു. രാത്രി വണ്ടി എടുത്ത് വിട്ടു. ഒരു ടീമിനെ കർണാടകയ്ക്ക് വിട്ടു, ഒരു ടീമിനെ ഞാനടക്കം നേരെ തമിഴ്നാട്ടിൽ പോയി അവിടുത്തെ പാക്കിംഗ് സെൻ്ററൊക്കെ സെറ്റ് ചെയ്ത് ഓൾറെഡി ഉണ്ടായിരുന്നു. അവിടുന്ന് പാക്ക് ചെയ്തിട്ട് ചെന്നൈ എയർപോർട്ട്, കോയമ്പത്തൂർ എയർപോർട്ട്, തിരുച്ചി എയർപോർട്ട്, കർണാടകയിൽ ബാംഗ്ലൂർ എയർപോർട്ട്, മംഗലാപുരം എയർപോർട്ട് ഒക്കെ കാർഗോ കൊടുത്തു. ആ സമയത്ത് നല്ല വോളിയം ചെയ്യാൻ പറ്റി, പ്രോഫിറ്റും കിട്ടൽ തുടങ്ങി. കാരണം നിപ്പ ആയതുകൊണ്ട് ഇവിടെ കൊച്ചിൻ, കേരളത്തിൽ നിന്നുള്ള ഒരു എയർപോർട്ടിൽ നിന്നും കാർഗോ പോകും, 4 എയർപോർട്ടും ബന്ധായി. ആ സമയം കൊണ്ട് താങ്കളുടെ കമ്പനി ഒരു എസ്റ്റാബ്ലിഷ് ചെയ്ത പേരെന്താണ് സ്ഥാപനത്തിന്റെ? KNP എക്സ്പോർട്സ് എന്നുള്ള പേരിൽ തന്നെയാണ് ഇതെല്ലാം പോകുന്നത്. പ്രൊപ്പറേറ്റർ ആണ് അല്ലേ? അപ്പോൾ ആ നിപ്പ അങ്ങനെ അതിജീവിച്ചു, വേറെ സ്ഥലത്ത് പോയത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇപ്പൊ ശരിക്കും നല്ലൊരു ടേണിംഗ് പോയിന്റ് ആണ് ശരിക്ക്. കാരണം നിപ്പ വന്നുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയാ, നല്ല വോളിയം ബിസിനസ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്ത കുറേ കമ്പനികളുണ്ടായിരുന്നു. നമ്മൾ റിജക്ട് ചെയ്ത കമ്പനികൾ നമ്മളെ വിളിക്കൽ തുടങ്ങി. സാധനമില്ലല്ലോ അവിടെ കിട്ടാനില്ല, അവർക്ക് വീട്ടിലിരിക്കാനേ പറ്റുന്നുള്ളൂ. കാരണം ഞാനാണെങ്കിൽ ആ സമയത്ത് നിപ്പ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വണ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനോ എന്തൊക്കെയായിരുന്നു. എനിക്ക് എൻ്റെ ഒരു മൈൻഡ് ഓർമ്മയിലില്ല അപ്പോൾ അങ്ങനെ ഞാനാണെങ്കിൽ ആ സമയത്ത് അന്ന് രാത്രി തന്നെ വിട്ടിട്ടുണ്ട് ഇവിടുന്ന്. ചോദിച്ചോട്ടെ, നിപ്പയെക്കാളും ഭീകരമായ അവസ്ഥയായിരുന്നു കൊറോണ ലോക്ക്ഡൗൺ. അതും താങ്കളെ സഹായിച്ചു എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് അത് സഹായിച്ചത്? പിന്നെ ഫ്ലൈറ്റ് മൊത്തം ബന്ദ്, കണ്ടെയ്നർ പോകുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഫസ്റ്റ് മിക്സ് വെജിറ്റബിൾസ് റീഫർ കണ്ടെയ്നറിൽ മിക്സ് വെജിറ്റബിൾസ് നമ്മളാണ് ചെയ്യുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ബാസ്കോ ഗൾഫ് എന്ന് പറഞ്ഞ കമ്പനി അവർ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ധൈര്യം തന്നു. ഞാൻ ഓക്കെ, എന്ത് വന്നാലും നമുക്ക് ജോയിൻ ചെയ്യാം എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ ഓക്കെ, അതിന് ധൈര്യം എടുത്തു, ചെയ്തു. ഏകദേശം ഒരു കണ്ടെയ്നർ ചെയ്യണമെങ്കിൽ ഒരു 25 ലക്ഷം രൂപ ചിലവാണ്. ശരിക്കും റിസ്ക്കാണ്. റീഫർ കണ്ടെയ്നർ അവിടെ എത്തിയിട്ട് എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ സമയത്ത് ആരും അങ്ങനെ ചെയ്യുന്നില്ല. ആരും ചെയ്യുന്നില്ല. ഫസ്റ്റ് നമ്മളാണ് ചെയ്യുന്നത്. പക്ഷെ അതിൽ റിസ്ക്കും ഉണ്ട്, നല്ല റിസ്ക്കാണ്. കാരണം സാധനം അവിടെ എത്തി ഡാമേജ് ആയി കഴിഞ്ഞാൽ 25 ലാക്ക് പോകും ഷുവർ. പിന്നെ വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ ക്ലെയിമോ കാര്യങ്ങളൊന്നും കിട്ടൂല. അപ്പോൾ അവരും റിസ്ക് എടുക്കാൻ തയ്യാറ്, ഞാനും റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട് പിന്നെ പണിയില്ല. കാരണം വേറെ ഓപ്ഷൻ ഇല്ല. അവർക്ക് സാധനം ആവശ്യമുണ്ട്. ആ സാധനം അവിടെ എത്തി നല്ല പ്രൈസിന് സാധനം വിൽക്കാൻ പറ്റി. ഞാനും ഇവിടുന്ന് പിന്നെ അത്യാവശ്യം മാർജ് ഇട്ട് തന്നെ സാധനം ചെയ്യൽ തുടങ്ങി. ഒരു കണ്ടെയ്നർ ശരിക്ക് 5 ലാക്ക് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലേക്ക് നിരവധി കണ്ടെയ്നറുകൾ അയക്കാൻ പറ്റിയോ? ആ ഇയർ ശരിക്ക് 100 above കണ്ടെയ്നർ, 100ഓളം കണ്ടെയ്നർ. അപ്പോൾ അവിടെയും ഫ്ലൈറ്റിന്റെ ഒരു ഓപ്ഷൻ നമുക്ക് ഇല്ലായിരുന്നു ആ സമയത്തല്ലേ? ഫ്ലൈറ്റ് അത് ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഫ്ലൈ ദുബായിയുടെ കൊച്ചി എന്നുള്ള ഫസ്റ്റ് ഫ്ലൈറ്റ് നമ്മൾ ചാർട്ട് ചെയ്തു. ഫുൾ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ട് പാസഞ്ചർ സീറ്റിലും പിന്നെ എല്ലാ ഏരിയയിലും പാസഞ്ചർ മൊത്തം ഫ്ലൈറ്റിൽ സീറ്റിലടക്കം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് ലോഡ് ചെയ്തിട്ട് വിടുന്നു. വലിയ ഗ്രൂപ്പുകളൊക്കെ മാത്രം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചിന്തിച്ചത്. നമ്മൾ പിന്നെ ലോജിസ്റ്റിക് കമ്പനി നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അവർ അപ്രൂവൽ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു എമൗണ്ട് ചിലവാണ് ശരിക്ക്. കോമ്പറ്റീറ്റർ അടക്കം
പലരും പതറി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യുന്നു, കണ്ടെയ്നർ റീഫർ വിടുന്നു, അവിടെ നിന്ന് നിങ്ങൾ തളർന്നില്ല. ഇല്ല. അതാണ് അതിന്റെ പിന്നിലുള്ള വിജയം എന്ന് പറയുന്നത്. എന്താണ് ശരിക്കും നിങ്ങൾ തമ്മിൽ, സാധാരണ ആൾക്കാർ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളെ പർച്ചേസ് മൊത്തം വരുന്നത് ഡയറക്റ്റ് ഫാമിൽ നിന്നുള്ള പർച്ചേസാണ്. മൊത്തം നമ്മുടെ ടീം തന്നെ പറയാം, പോയിട്ട് മൊത്തം ഡയറക്റ്റ് ഫാം, ഡയറക്റ്റ് കർഷകരുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യുന്നു, ക്വാളിറ്റി നോക്കി ചെക്കിങ് കാര്യങ്ങളും ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബെസ്റ്റ് റേറ്റിന് ബെസ്റ്റ് ക്വാളിറ്റി സാധനം സപ്ലൈസ് പുറത്ത് രാജ്യങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നല്ല വോളിയം ബിസിനസ് ചെയ്യാൻ പറ്റുന്നു. വോളിയം ബിസിനസ്സാണ് ശരിക്ക് നല്ല ഒരു പ്രോഫിറ്റബിൾ ആക്കി മാറ്റാൻ പറ്റുന്നത് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് കർഷകർക്ക് നിങ്ങളൊരു കൈത്താങ്ങാണ്, നല്ല വില കൊടുത്ത് വാങ്ങുന്നു. അപ്പുറത്തെ സൈഡിൽ നമ്മൾ നല്ല കസ്റ്റമേഴ്സിന് വേണ്ട നല്ല ഉൽപ്പന്നം നല്ല വിലയ്ക്ക് കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യാത്രയിൽ സത്യത്തിൽ നിങ്ങൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ആരോടാണത്? ശരിക്കും പക്ക ബാക്ക് ബോൺ ഫാദറാണ്, ഒരു സംശയമില്ല. കാരണം ഫാദർ എന്തിനും കൂടെ ചങ്കറപ്പോടെ നിന്ന് തരും, ധൈര്യം തരും. പിന്നെ ബ്രദർ വന്നു, ഈ ബിസിനസ്സിൽ തന്നെ ബ്രദർ വരുന്നു, ലുക്മാൻ വരുന്നു. ലുക്മാൻ ഒരു ടേണിംഗ് പോയിൻ്റാണ് ശരിക്കും. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഇന്നിപ്പോൾ നിങ്ങളുടെ സ്ഥാപനം എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്? ഓൾമോസ്റ്റ് 100-ൽ താഴെ ഒരു 65 റെഗുലർ സ്റ്റാഫ് ഉണ്ട്, പ്ലസ് എക്സ്ട്രാ ഒരു 30 സ്റ്റാഫ്, 25 സ്റ്റാഫായിട്ട്. അപ്പോൾ 13 വയസ്സിൽ ആ യാത്ര തുടങ്ങി ഇന്ന് 100ഓളം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിലെത്തി. ടേൺ ഓവർ എത്രയുണ്ട്? ഇപ്പോൾ 110 കോടിയാണ് കഴിഞ്ഞത്. 110 കോടി രൂപ ടേൺ ഓവർ. ദാറ്റ്സ് എക്സലൻറ്റ്. ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഭാവിയിൽ ഇപ്പം നമ്മൾ മാംഗോ എക്സ്പോർട്ട് ചെയ്യുന്നത് യൂറോപ്യൻ കൺട്രീസിലേക്ക്. പിന്നെ കെമിക്കൽ ഇല്ലാത്ത മാംഗോ ആണ് അവിടെ അവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അവർ എയർപോർട്ടിൽ സാധനം എത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ മാഞ്ചസ്റ്ററിലേക്ക് നമ്മളൊരു ഷിപ്മെൻ്റ് ഇപ്പോൾ റീസെൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ മുനിസിപ്പാലിറ്റി ഒരു ഷിപ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ സാധനം മൊത്തം ചെക്കിങ്ങിന് പോകും. ടോട്ടൽ എന്ത് കെമിക്കൽ ഉണ്ടെങ്കിലും ആ ഐറ്റം റിജക്റ്റ് ആവും. അപ്പോൾ ഇവിടുന്നും ശരിക്ക് നല്ല ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടേ സാധനം വിടുള്ളൂ. വെജിറ്റബിൾ, ഫ്രൂട്ടൊക്കെ അങ്ങനെ തന്നെ. മാംഗോസ് ശരിക്കും നമ്മളെ നാട്ടിൽ കെമിക്കൽ അടിക്കാത്ത മാംഗോ ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ത്രൂ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്, യൂറോപ്പിലേക്ക് അയക്കാനുള്ളൊരു ഓപ്ഷനാണ് ശരിക്ക് ഹോട്ട് വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്ലാന്റേഷൻ നമ്മൾ ഓൾറെഡി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് നോർമലി നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് റിസ്ക് എടുക്കാൻ പറ്റും, കാരണം വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ കെമിക്കൽ ആഡ് അല്ലാത്ത മാംഗോസ് നമ്മൾ ഇവിടെയും കൊച്ചിയിലും കാലിക്കറ്റിലും ട്രിവാൻഡ്രമൊക്കെ ആയിട്ട് ഓരോ ഔട്ട്ലെറ്റ് നമ്മൾ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്ലാൻ ചെയ്യാൻ 26 കൂടെ 2026 കൂടെ നമ്മളത് 100% എത്തിക്കും. എക്സലൻറ്റ്. അപ്പോൾ അതിന് വില കൂടുതലായിരിക്കും, എക്സ്പെൻസ് എക്സ്ട്രാ കൂടും, പക്ഷേ 100% ഹെൽത്തി ആയിരിക്കും. ഏത് ലേബിൽ കൊണ്ടുപോയി കഴിഞ്ഞാലും സാധനം ഫെയിൽ ആവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം നമ്മളെ ഷിപ്മെൻറ്റ് ഇപ്പോൾ റീസെൻ്റ്ലി പോകുന്നതൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഈ വിഷവസ്തു കഴിച്ച് പിന്നീട് ആശുപത്രി കൊണ്ടുപോയി കൊടുക്കുന്ന പൈസ മതി ഇത്തിരി പണം കൂട്ടി. കാരണം മാമ്പഴം ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ ആളുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഫ്രണ്ട് സർക്കിളിലവർ തന്നെ എന്നോട് ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത മാങ്ങ പർച്ചേസ് ചെയ്യുന്ന കുറേ ഫ്രണ്ട് സർക്കിളിലവർ വിളിച്ച് പറയും, സുഫിയാൻ കുറച്ച് മാംഗോ വേണം. അപ്പോൾ ഞാൻ കൊടുക്കുന്നുണ്ട് പലർക്കും. 100 കിലോ വാങ്ങുന്നവരുണ്ട്, 500 കിലോ വാങ്ങിയ ആളുകൾ വരെ ഉണ്ട്. ഒരാൾ വന്നിട്ട് 500 കിലോ വരെ ഫാമിലിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്നുണ്ട്. അപ്പോൾ അതെന്താ വെച്ചാൽ ധൈര്യത്തിൽ കഴിക്കാൻ പറ്റും അവർക്ക്, ഒരു കേടോ കാര്യങ്ങളോ അതിലില്ല 100%. അപ്പോൾ അതിന് നല്ലൊരു സ്കോപ്പ് ഉണ്ട് എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു 50 റുപ്പീസ് എക്സ്ട്രാ വരും, അതിന് ശരിക്ക് ചിലവ് തന്നെ വരുന്നുണ്ട് ആ സംഭവം. നമ്മളൊരു ഫ്രണ്ട് ത്രൂ പിന്നെ ആക്ടർ ആസിഫ് അലി അതുപോലെ തന്നെ മമത മോഹൻദാസിനൊക്കെ നമ്മളെ ഇപ്പോൾ ഈ പറഞ്ഞ കെമിക്കൽ ആഡ് അല്ലാത്ത മാംഗോസ് കഴിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കൊടുത്തു, ഈ വർഷം കൊടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഡിമാൻഡ് ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ് ഇങ്ങനൊരു സാധനം വന്നു കഴിഞ്ഞാൽ. സുഫിയാൻ്റെ സ്വപ്നങ്ങൾ ഈ ബിസിനസ്സിൽ ഒതുങ്ങുന്നുണ്ടോ അതോ വേറെയും ബിസിനസ്സുകളുണ്ടോ? ഇപ്പോൾ നിലവിൽ 8 കമ്പനി 8 ബിസിനസ് ഉണ്ട്. അതെ, വെരി ഗുഡ്. ഇപ്പോൾ നെക്സ്റ്റ് ഒരു 3 കമ്പനി ഇനി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓപ്പൺ ആവാൻ നിൽക്കുന്നുണ്ട് ഓരോ സംഭവം. ഇപ്പോൾ റൂഫ് ടൈൽ നമ്മൾ നല്ല വോളിയം നമ്മുടെ ബ്രാൻഡിൽ തന്നെ KNP എന്ന് പറഞ്ഞ ബ്രാൻഡിൽ തന്നെ റൂഫ് ടൈൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആഡംബര കാറുകൾ പിന്നെ അതിൻ്റെ സെയിൽസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കമ്പനികൾ, ചെറുകിട കമ്പനികൾ, ചെറിയ ടേൺ ഓവറുള്ള കമ്പനികളൊക്കെ ആയിട്ടുള്ള 8 കമ്പനി. ഇപ്പോൾ ഇനിയൊരു 3-4 കമ്പനി, 3-4 കമ്പനി ശരിക്കും ഓപ്പൺ ആകാൻ നിൽക്കുന്നുണ്ട്. സുഫിയാൻ്റെ പ്രായം എന്താണ്? 30 വയസ്സായി. 13 വയസ്സിൽ തുടങ്ങി 30 വയസ്സിലെത്തി നിൽക്കുകയാണ്.
ഈ വിജയത്തിൻ്റെ പിന്നിലുള്ള സീക്രട്ട് എന്താണ്? ആരാണ് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ? ടീം തന്നെയാണ്. കട്ട സപ്പോർട്ട് തരുന്ന നമ്മുടെ ടീം. നമ്മുടെ ടീമിൽ ശരിക്ക് എക്സ്ട്രാ എന്താ പറയുക, റിസ്ക് എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന പല പയ്യന്മാരുണ്ട്. അവർ ശരിക്ക് 4 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം വരെ മന്ത്ലി ഏൺ ചെയ്യുന്ന ആ ടീം നമ്മളെ കൂടെ ഉണ്ട് ഇപ്പോൾ ശരിക്ക്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 3-4 ആൾ ആ ലെവലിൽ. പിന്നെ എല്ലാവരുടെ പ്രോഫിറ്റും എനിക്ക് അറിഞ്ഞുകൂടാ, എന്നിരുന്നാൽ പോലും അവർ ത്രൂ വരുന്ന ബിസിനസ്സുകൾക്ക് ഒരു പെർസെൻറ്റേജ് അവർക്ക് കൊടുത്തിട്ട് നല്ല രീതിയിൽ അവരും ഹാപ്പിയാണ്, ഫിനാൻഷ്യലി അവരും സെറ്റിലാണ് രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ടീം വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഞാനും കൂടുതൽ ടെൻഷൻ എടുക്കുന്നില്ല. അല്ലെങ്കിൽ 22 വയസ്സ് വരെ ശരിക്കും ഞാൻ പക്ക ടെൻഷൻ തന്നെ, എവിടെ എന്ത് A to Z ഞാൻ തന്നെയാണ് ശരിക്കും കൺട്രോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി ഓരോ സെക്ഷൻ ഒക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയി ശരിക്കും കാര്യങ്ങൾ. അതുകൊണ്ടാണ് ശരിക്കും എനിക്ക് ഇന്ന് ഇവിടെ നിന്ന് ഇരിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇരിക്കാനും പറ്റില്ല, കാരണം വിളിയോട് വിളി കയറാം, തല്ലെങ്കിൽ ഓട്ടമാണ്, ഡെലിവറിയും ഓട്ടമൊക്കെയാണ്. അപ്പോൾ ഒന്ന് കട്ടയ്ക്ക് കൂടി നിന്ന ഉപ്പയുണ്ട്, നല്ലൊരു ടീമുണ്ട്, അതിനിടയിൽ കർഷകർ, അവരുമായിട്ടുള്ള ബന്ധം. കർഷകരുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പിന്നെ തുടക്കത്തിലാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുള്ളൂ. കൂടുതലായിട്ട് നമ്മൾ കേരള ലോക്കൽ ഐറ്റംസ് ചെയ്യുന്നത്. ഇപ്പോൾ നേന്ത്രപ്പഴമായാലും ഇവിടെ ഇപ്പോൾ പൊതുവെ കർഷകർ നാട്ടിൽ കൃഷി കുറഞ്ഞുകൊണ്ട് വരികയാണ് ശരിക്കും. ഇപ്പോൾ വീണ്ടും പിന്നെ നമ്മുടെ എന്താണ് പ്രവാസികളൊക്കെ വന്നിട്ട് പല മേഖലകൾ, ഇപ്പോൾ ആയുർജാക്ക് ഫാം നമ്മളിവിടെ മൂവാറ്റുപുഴ നമ്മളൊരു കമ്പനിയിൽ നിന്ന് നല്ലൊരു വോളിയം ഒരു 7 ഏക്കറിൽ ഞാൻ മനസ്സിലാക്കുന്ന 3000-ഓളം ജാക്ക് ഫാം ഉണ്ട് അവരുടെ കയ്യിൽ. നല്ലൊരു ഇപ്പോൾ അവരെ ജാക്ക് ഫ്രൂട്ട് തന്നെ നമ്മൾ 5 ലക്ഷത്തിനൊക്കെ മന്ത്ലി പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കർഷകർ അങ്ങനെ സപ്പോർട്ടാണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത്. ഒരു സൈഡിൽ നിങ്ങൾ കർഷകർക്ക് നല്ല വില കൊടുത്തുകൊണ്ട്, അതൊരു സമൂഹത്തിന് ചെയ്യുന്നൊരു വലിയ നന്മയാണ്, നല്ല വില കൊടുത്തുകൊണ്ട് അവരത് വാങ്ങുക. കാരണം ഇവിടെ കർഷകരുടെ ആത്മഹത്യയെക്കുറിച്ച് മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ അല്ലേ, ഇത്രയും നന്മകളും ചെയ്യുന്നുണ്ട്. മറുഭാഗത്ത് കസ്റ്റമർ നിങ്ങളുടെ ഉൽപ്പന്നം വാങ്ങാൻ കാരണം എന്താണ്? നമ്മളെ ഉൽപ്പന്നം ഇതന്നെയാണ്. നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ശരിക്കും റീസെൻ്റ്ലി നമ്മൾ ഇപ്പോൾ തേനിയിൽ ഒരു 4 ഏക്കറിൽ പിന്നെ ഡ്രം സ്റ്റിക്കിൻ്റെ ഫാം നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഡ്രം സ്റ്റിക്ക് ലീഫ് ശരിക്കും എക്സ്പോർട്ട് നല്ലോണം പോകുന്നുണ്ട്. ഡ്രം സ്റ്റിക്കും പോകുന്നുണ്ട്, ഡ്രം സ്റ്റിക്ക് ലീഫും പോകുന്നുണ്ട്. ഒരു kg 150 രൂപയാണ് ഡ്രം സ്റ്റിക്ക് ലീഫിൻ്റെ റേറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഏരിയ സെക്ഷൻ, ഓർഗാനിക് ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ ക്വാണ്ടിറ്റി കുറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെന്തോ ഗ്രീൻ ഫാമിംഗ് ചെയ്തിട്ട് ചെറിയൊരു ഏരിയ ഒരു ടെസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്ന നല്ല ക്വാളിറ്റിയുള്ള കാർഷികോൽപ്പന്നങ്ങൾ കൊടുക്കാനാവുന്നുണ്ട് എന്നുള്ളതാണ് താങ്കളുടെ വിജയം. താങ്കൾ 13 വയസ്സിൽ അധ്വാനം, കഠിനാധ്വാനം കൊണ്ട് തന്നെ നേടിയ വിജയമാണ്. 30 വയസ്സിൽ 100 കോടി വിറ്റുവരും, 100 കോടിയിലധികം വിറ്റുവരും, 100ഓളം പേർക്ക് തൊഴിൽ കൊടുക്കുന്നു, ദ റോൾസ് റോയ്സ് കാർ ഓടിച്ച് നടക്കുന്നു. അഭിമാനിക്കാവുന്ന കാര്യമാണ്. നിരവധി ചെറുപ്പക്കാരാണ് ഇത് കണ്ട് ഇൻസ്പയർഡ് ആവുന്നത്. അവരോട് എന്താണ് കൊടുക്കാനുള്ള ഉപദേശം? ചെറുപ്പക്കാരോട് പറയാനുള്ളത് പിന്നെ കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ സത്യസന്ധത കച്ചവടത്തിൽ 100% പുലർത്തണം. കാരണം എനിക്ക് അതിൻ്റെ വേറെ വേർഷൻ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ 2 പിന്നെ സത്യസന്ധത ഇല്ലാഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സത്യസന്ധമായിട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള പിന്നെ അതിൻ്റെ ബെനിഫിറ്റും ഞാൻ മനസ്സിലാക്കിയ മനുഷ്യനാണ്. അപ്പോൾ സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ 100% സക്സസ് ആണെന്നുള്ളത് പിന്നെ നമ്മളതൊരു പാഷനാക്കി എടുക്കുക. വെറും പൈസ എന്നുള്ളതിന് ഉപരി പിന്നെ അത് ആ ഒരു ലെവലിലേക്ക് അതിനെ മാറ്റിയെടുത്താൽ ശരിക്കും വിജയം ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് താങ്കൾ എന്നുള്ളത്. നിങ്ങൾ കേട്ടു സുഫിയുടെ അപാരമായൊരു കഥ, സ്പാർക്കുള്ളൊരു കഥ. സുഫിയാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 7ാം ക്ലാസ് കഴിഞ്ഞ് ആ 7ാം ക്ലാസ് വെക്കേഷന് തുടങ്ങിയ അധ്വാനമാണ് അത് അദ്ദേഹത്തെ കൊണ്ട് ഇരുത്തിയത് ഈ ഹോട്ട് സീറ്റിലാണ്. സ്പാർക്കിൻ്റെ കഠിനാധ്വാനം ചെയ്യാൻ ഒരു മടിയില്ല. 3 മണിക്കൂറൊക്കെയാണ് അദ്ദേഹം ഉറങ്ങിയിരുന്നത്. ആ ചെറുപ്രായത്തിൽ കഠിനാധ്വാനം ചെയ്തതുകൊണ്ടാണ് 18ാം വയസ്സിൽ ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യുക, 10-20 പേർക്ക് തൊഴിൽ കൊടുക്കുക, അന്നേ 43 ലക്ഷം രൂപയുടെ വിറ്റുവരവുണ്ടാക്കുക. അദ്ദേഹം കഠിനാധ്വാനം നിർത്തിയില്ല എന്ന് മാത്രമല്ല, നല്ലൊരു ടീമിനെ പടുത്തുയർത്താനും 110 കോടി, ശ്രദ്ധിക്കണേ, 30 വയസ്സിൽ 110 കോടിയും അദ്ദേഹം ഓടിക്കുന്നത് റോൾസ് റോയ്സ് ആണ്. ആ രീതിയിലേക്ക് അദ്ദേഹം വളർന്നിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ എളിമ കൊണ്ടായിരിക്കും അദ്ദേഹം പറയാതെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് സ്ട്രോങ് ആയി നിന്നൊരു ഫാമിലിയുണ്ട്, ഉപ്പയുണ്ട്, നല്ലൊരു ടീം മെമ്പേഴ്സും ഉണ്ട്, വിശ്വാസം അർപ്പിച്ച കസ്റ്റമേഴ്സും ഉണ്ട്, ഉൽപ്പന്നങ്ങൾ കൊടുത്ത
അദ്ദേഹത്തിൻ്റെ സപ്ലയേഴ്സായ കർഷകരുമുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സും ആ പാഷനോടുകൂടി നമ്മളതിനെ ആ ബിസിനസ് പൈസ എന്നുള്ളത് തലയ്ക്ക് പിടിക്കാതെ അതിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ മുകളിലൊരാളുണ്ട്, സർവേശ്വരൻ നമ്മൾ അനുഗ്രഹിക്കും. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സുഫിയാൻ. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന ഓരോ ചെറുപ്പക്കാരും സ്വന്തം കർമ്മമേഖല കണ്ടെത്തി നന്നായി പാഷനേറ്റായിട്ട് കഠിനാധ്വാനം ചെയ്ത് അതിൽ സമർപ്പിക്കാമെങ്കിൽ എന്നെങ്കിലും നിങ്ങളുടെ ദിനം വരാതിരിക്കില്ല സുഫിയാൻ്റെ പോലെ. സുഫിയാൻ വളരെ ഇൻസ്പയറിംഗ് ആണ്. താങ്കൾ ഏതൊരു ചെറുപ്പക്കാർക്കും മാതൃകയാണ്. കാരണം ചെറുപ്രായത്തിൽ തന്നെ കഠിനാധ്വാനം ചെയ്യാൻ ഒരു മടിയില്ലാതിരിക്കുക. അതോടൊപ്പം തന്നെ താങ്കൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ്. കൂടെയുള്ളവർക്ക് സമ്പത്തുണ്ടാക്കാൻ അത് ഷെയർ ചെയ്യാൻ മടിയില്ലാത്ത ആളാണ്. തീർന്നില്ല, നല്ല ഉൽപ്പന്നങ്ങൾ കസ്റ്റമറിലേക്ക് എത്തിക്കണം. അത് സാമൂഹിക പ്രതിബദ്ധതയുള്ള സംരംഭമാണ്. അതോടൊപ്പം ഇനിയും നല്ല ഉൽപ്പന്നങ്ങൾ കെമിക്കലൊന്നുമില്ലാതെ സൊസൈറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. താങ്കൾ കണ്ട എല്ലാ സ്വപ്നങ്ങളും പൂവണിയട്ടെ. താങ്കൾ തുടങ്ങി വെച്ച എല്ലാ സംരംഭങ്ങളും വിജയിക്കട്ടെ. താങ്കളുടെ ഉൽപ്പന്നങ്ങൾ മൂലം ആരോഗ്യമുള്ള ഒരു തലമുറ തന്നെ വാർത്തെടുക്കാൻ താങ്കൾക്കാവട്ടെ. ഈ ചെറുപ്രായത്തിൽ വിജയം നേടി ഇവിടെ ഇരുന്നതിൽ ഞാനും അഭിമാനിക്കുന്നു. താങ്കൾ ഇൻ്റർവ്യൂ ചെയ്യാനായതിൽ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ പാർട്ട്നേഴ്സും എൻ്റെ ടീമും എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും ഇനി ഉയരങ്ങളിലെത്തട്ടെ.